നമസ്കാരം. മിഡീസ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം കൂട്ടുകെട്ടിൽ കേരള കോൺഗ്രസിൽ ഭിന്നത കടുത്തു. പാർലമെന്ററി പാർട്ടി യോഗം ബഹിഷ്കരിച്ച് ജോസഫ് വിഭാഗം. ജോസഫും മോൻസും യോഗത്തിനെത്തിയില്ല. വീണ്ടും യോഗം ചേരുമെന്ന് കെ എം മാണി. പാർട്ടിയിൽ ഭിന്നതയില്ല. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന നേതാക്കൾക്ക് പ്രത്യേക ലക്ഷ്യമെന്ന് ജോസ് കെ മാണി. മാണിയുമായി ഇനിയൊരു ബന്ധവും വേണമെന്ന് DCC പ്രസിഡന്റ് പ്രമേയം. SSLC പരീക്ഷയിൽ ഗൾഫിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം. വിജയശതമാനം 98.64. UAEയിൽ പരീക്ഷ നടന്ന 9 സ്കൂളുകളിൽ 7 എണ്ണത്തിനും സമ്പൂർണ്ണ ജയം. വിദേശ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം. കുവൈത്തിൽ നഴ്സിംഗ് മേഖലയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന് സുപ്രീം പ്ലാനിംഗ് കൗൺസിലിന്റെ നിർദ്ദേശം. സ്വദേശികളെ ആകർഷിക്കാൻ പരിഷ്കരണം വഴിയൊരുക്കുമെന്ന് വിലയിരുത്തൽ. ആരോഗ്യരംഗം കാര്യക്ഷമമാക്കാൻ സ്വതന്ത്ര ബജറ്റ് അനുവദിക്കണമെന്നും നിർദ്ദേശം. കണ്ണും കാതും നിറച്ച് തൃശൂരിൽ പൂരാവേശം. കുടമാറ്റത്തിൽ മത്സരാഘോഷവുമായി പാറമേക്കാവും തിരുവമ്പാടി. വാർത്തകളിലേക്ക് വിശദമായി. പാലയിൽ ചേർന്ന കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് PJ ജോസഫും മോൻസ് ജോസഫും വിട്ടുനിന്നു. കോട്ടയം കൂട്ടുകെട്ടിനോടുള്ള എതിർപ്പ് മൂലമാണ് യോഗത്തിന് എത്താതിരുന്നതെന്നാണ് സൂചന. അതേസമയം പാർട്ടിയിൽ ഭിന്നതയില്ലെന്നും ഇന്ന് നടന്നത് ഔദ്യോഗിക യോഗമല്ലെന്നും ചെയർമാൻ KM മാണി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഉടൻ പാർലമെന്ററി യോഗം ചേരുമെന്നും മാണി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഞങ്ങൾ ഔപചാരികമായിട്ട് ഒരു യോഗം കൂടിയിട്ടില്ല. യോഗം ഇനി തിരുവനന്തപുരത്ത് വെച്ചേ കൂടുള്ളൂ. അതെ, അപ്പൊ ഏതായാലും MLA വന്ന സ്ഥിതി കുശലങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എത്ര പ്രമേയം കണ്ടിട്ടുണ്ട്. പ്രമേയങ്ങളൊക്കെ നമ്മൾ വളരെ കണ്ടിട്ടുണ്ട്. ഞാനും അതുപോലെയാണ് അവരെ കൈക്കൊള്ളേണ്ട ആലോചന. ഞങ്ങൾ എത്ര സ്നേഹത്തോടെ നടക്കുന്ന ആളുകളാ. എന്റെ കൈവെള്ളയിലെ ഞാനും അവരെ കൊണ്ടുനടക്കും, അവരും എന്നെ കൈവെള്ളയെ കൊണ്ടുനടത്തുള്ളൂ. ദ്രോഹം ചെയ്താലും ദ്രോഹം ചെയ്ത് മാത്രമേ പറയുന്നത്. മോൻസാണ് ഞങ്ങളെ ഇവരെ അറിയിച്ചത്. അപ്പൊ വേറെ ദിവസത്തേക്ക് കൂടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് പാർലമെന്ററി പാർട്ടി കൂടും. ഈ മാസം ഉണ്ടാവും. ഏതായാലും ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. സാർ, ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഇന്ന് ഇവിടെ ജില്ലാ പഞ്ചായത്ത് വിഷയം. ഞങ്ങൾ വേറെ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. റഹീസ് റഷീദ് ഉണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ്, PJ ജോസഫും മോൻസ് ജോസഫും പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാണ് KM മാണി വിശദീകരിക്കുന്നത്. ജോസഫ് വിഭാഗത്തിന്റെ അസാന്നിധ്യത്തിലും ഇത്തരമൊരു യോഗം ചേരുന്നതിനെ എങ്ങനെ വിലയിരുത്തണം? നിതിൻ ദാസ്, അത് തന്നെയാണ് ഈ ഇന്ന് മാണി പറഞ്ഞ PJ ജോസഫും മോൻസ് ജോസഫും നേരത്തെ തന്നെ അസൗകര്യം അറിയിച്ചിരുന്നു എന്നതിൽ നിലവിലെ സാഹചര്യത്തിൽ അത്ര വിശ്വസിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു യോഗം തന്നെ വിളിച്ചു ചേർക്കുന്നത് PJ ജോസഫിനും മോൻസ് ജോസഫിനും എതിർപ്പുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ഈ ഒരു യോഗം വിളിക്കുന്ന സമയത്ത് തന്നെ PJ ജോസഫും മോൻസ് ജോസഫും പങ്കെടുക്കില്ല എന്ന് അറിയിച്ചെങ്കിൽ ഈ യോഗം വിളിക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാമെന്ന് തന്നെയാണ് രണ്ടുപേരും KM മാണിയെ അറിയിച്ചിരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അവസാന നിമിഷം പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പഴയ കേരള കോൺഗ്രസ് ജോസഫ് നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വിട്ടുനിന്നത്. ഇന്നത്തെ യോഗത്തിന് ശേഷം KM മാണി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഇവിടെ ഞങ്ങൾക്കൊപ്പമുള്ള എല്ലാവരും ഉണ്ട് എന്നതാണ്. ഒപ്പമുണ്ടായിരുന്ന MLA മാരെ ചൂണ്ടിക്കാട്ടി KM മാണി പറഞ്ഞത്. അതായത് CF തോമസിനും റോഷി അഗസ്റ്റിനും നിലവിൽ KM മാണി എടുത്ത നിലപാടിനോട് കടുത്ത എതിർപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. യോഗം തുടങ്ങി 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് CF തോമസ് യോഗത്തിൽ പങ്കെടുക്കാനില്ല എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ മാണിക്കൊപ്പമുള്ള CF തോമസും കൂടി പങ്കെടുക്കുന്നില്ല എന്ന വാർത്ത വന്ന സാഹചര്യത്തിൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്ത് പറയാനുള്ളത് കേൾക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് CF തോമസ് എത്തിയത്. ഒപ്പം റോഷി അഗസ്റ്റിനോടും അവിടെ നടന്ന കാര്യങ്ങൾ സംബന്ധിച്ച ഒരു വിശദീകരണം ജോസ് കെ മാണിയും KM മാണിയും നൽകി. അതായത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് മറ്റാരെയും അറിയിക്കാതെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തത് എന്ന നിലപാടാണ് അവർ അറിയിച്ചത്. ഇനി ഈ കേരള കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക PJ ജോസഫിന്റെയും മോൻസ് ജോസഫിന്റെയും ഒരു പ്രതികരണത്തോട് മാത്രമായിരിക്കും. മാണി ഇന്ന് പറഞ്ഞതിന്
അനുകൂലമായാണോ അവർ പ്രതികരിക്കുക, അതല്ല ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ യഥാർത്ഥ കാരണം അവർ വ്യക്തമാക്കുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അവർ യഥാർത്ഥ കാരണം ഞങ്ങൾ അസൗകര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്ന് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടി വരും. റൈറ്റ്, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. മറ്റു വാർത്തയിലേക്ക്. കുവൈത്തിൽ നഴ്സിംഗ് മേഖലയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന് നിർദ്ദേശം. സുപ്രീം പ്ലാനിംഗ് കൗൺസിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ആരോഗ്യരംഗം കാര്യക്ഷമമാക്കാൻ ഓരോ ആരോഗ്യ മേഖലയ്ക്കും സ്വതന്ത്ര ബജറ്റ് അനുവദിക്കണമെന്നും പ്ലാനിംഗ് കൗൺസിൽ നിർദ്ദേശിക്കുന്നു. ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് നഴ്സുമാരുടെ ശമ്പള സ്കെയിൽ പരിഷ്കരിക്കണമെന്ന് ആസൂത്രണ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. യോഗ്യതയും പരിചയസമ്പത്തുമുള്ള ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കാനും സേവന വൈദഗ്ധ്യമില്ലാത്തവരെ ഒഴിവാക്കാനും വേതന പരിഷ്കരണം അനിവാര്യമാണെന്നാണ് പ്ലാനിംഗ് കൗൺസിലിന്റെ നിലപാട്. നഴ്സിംഗ് രംഗത്തേക്ക് സ്വദേശികളെ കൂടുതലായി ആകർഷിക്കാനും ശമ്പള പരിഷ്കരണം വഴിയൊരുക്കും. ഓരോ ആരോഗ്യമേഖലയ്ക്കും സ്വയംഭരണാവകാശം നൽകണമെന്നും നിലവിലെ കേന്ദ്രീകൃത ബജറ്റിനു പകരമായി ഓരോ മേഖലയ്ക്കും പ്രത്യേക ബജറ്റ് അനുവദിക്കണമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. വിവിധ മേഖലകൾ തമ്മിൽ ആരോഗ്യപരമായ മത്സരമുണ്ടാക്കാനും സേവനം കാര്യക്ഷമമാക്കാനും ഈ നടപടി ഉപകരിക്കും. സർക്കാർ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി വിദേശികൾക്ക് മാത്രമായുള്ള ഇൻഷുറൻസ് ആശുപത്രികളുടെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കണം. കുവൈറ്റ് പൗരന്മാരെ ഉന്നത ചികിത്സക്കായി വിദേശത്തേക്ക് അയക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. രാജ്യത്തെ ആശുപത്രികളിൽ മതിയായ ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ സർക്കാർ ചെലവിൽ വിദേശ ചികിത്സ അനുവദിക്കാവൂ തുടങ്ങിയ കാര്യങ്ങളും സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ ആരോഗ്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. SSLC പരീക്ഷയിൽ ഗൾഫിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം. 98.64% വിജയം. UAEയിൽ പരീക്ഷ നടന്നത് 9 സ്കൂളുകളിലാണ്. ഇതിൽ 7 എണ്ണവും സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കി. ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ്, ന്യൂ ഇന്ത്യൻ HSS റാസൽഹൈമ എന്നിവയ്ക്കാണ് സമ്പൂർണ്ണ വിജയം നഷ്ടമായത്. റാസൽഹൈമയിൽ 7 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടാതെ പോയപ്പോൾ നിംസ് ദുബായിലെ ഒരു വിദ്യാർത്ഥിക്കാണ് ഉപരിപഠന യോഗ്യത നഷ്ടമായത്. ഈ വിദ്യാർത്ഥി ഫിസിക്സ് പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്നതാണ് കാരണം. മറ്റു വിഷയങ്ങളിൽ ഈ വിദ്യാർത്ഥിക്ക് മികച്ച മാർക്കുണ്ട്. മൊത്തം 515 വിദ്യാർത്ഥികളാണ് UAEയിൽ നിന്ന് പരീക്ഷ എഴുതിയത്. ഇവരിൽ 36 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. 48 പേർക്ക് 9 വിഷയങ്ങളിൽ A+ ഉണ്ട്. നിരവധി വിദേശി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഉമ്മുൽ ഖുവൈനിൽ 2 സ്കൂളുകളും 100% വിജയം നേടി. മലയാളം നിർബന്ധമാക്കുന്നതോടെ വിദേശി വിദ്യാർത്ഥികളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് അധ്യാപകർ. നോൺ ഇന്ത്യൻസ് അവർ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ മലയാളം നിർബന്ധമാക്കിയാൽ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും. ആ കുട്ടികൾ എങ്ങനെ മലയാളം പഠിക്കും? അവർ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ്. UAEയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മോഡൽ സ്കൂൾ അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ A+ ലഭിച്ചത്. ഇവിടെ പരീക്ഷ എഴുതിയ 141 വിദ്യാർത്ഥികളിൽ 24 പേർക്ക് 10 വിഷയങ്ങളിലും A+ നേടാനായി. 27 പേർക്ക് 9 വിഷയങ്ങളിലും A+ ലഭിച്ചു. വിവിധ UAE ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ദുബായ്. ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഗേറ്റുകൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ തീരുമാനം. ഇലക്ട്രോണിക് ഗേറ്റുകളെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെയാണ് ഗേറ്റുകളുടെ എണ്ണം ഇരട്ടിയിലാക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തത്. യാത്രക്കാരുടെ എണ്ണത്തിലും സാങ്കേതിക തികവിലും വൻ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഈ വർഷത്തിൽ ആദ്യത്തെ 3 മാസം മാത്രം 8,65,000 പേർ ഗേറ്റ് ഉപയോഗിച്ചതായാണ് കണക്ക്. ഡിസംബറോടെ 35 ലക്ഷത്തോളം ആളുകൾ ഗേറ്റ് സംവിധാനം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 10.4 ലക്ഷം പേർ ഗേറ്റ് സംവിധാനത്തിനായി രജിസ്റ്റർ ചെയ്തിരുന്നു. നിലവിൽ വിമാനത്താവളത്തിൽ ഡിപ്പാർച്ചർ വിഭാഗത്തിൽ 21ഉം അറൈവൽ വിഭാഗത്തിൽ 20ഉം ഗേറ്റുകളാണുള്ളത്. ഇരു വിഭാഗങ്ങളിലും ഗേറ്റുകളുടെ എണ്ണം 40 വീതമാക്കി വർദ്ധിപ്പിക്കുമെന്ന് വിമാനത്താവള പാസ്പോർട്ട് വകുപ്പ് ഡയറക്ടർ കേണൽ മുഹമ്മദ് റാഷിദ് അൽ മസ്രൂയി അറിയിച്ചു. യാത്രാ നടപടികൾ 10 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കാമെന്നതിനാൽ ഗേറ്റ് യാത്രക്കാർക്ക് സമയലാഭം നൽകുന്നു. ഖത്തർ പൗരന്മാർക്കും പ്രവാസികൾക്കും ഗേറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഗേറ്റിന്റെ കവാടത്തിൽ ID കാർഡ് സ്കാൻ ചെയ്യുന്നതോടെ ആദ്യ ഗ്ലാസ് വാതിൽ തുറന്ന് അകത്ത് കടക്കാനാകും. ഇവിടെ കണ്ണുകളോ വിരലടയാളമോ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. കാർഡിലെ വിവരവും സ്കാൻ റിപ്പോർട്ടും അനുയോജ്യമാകുന്നതോടെ രണ്ടാമത്തെ വാതിൽ തുറക്കപ്പെടും. ഇതോടെ നടപടികൾ പൂർത്തിയാകും. ഗേറ്റിലെത്തുന്നതിന് മുൻപ് എയർപോർട്ടിൽ തയ്യാറാക്കിയ കൗണ്ടറിൽ വിരലടയാളം അപ്ഡേറ്റ് ചെയ്താൽ കണ്ണ് സ്കാൻ ചെയ്യുന്നതിന് പകരം വിരൽ സ്കാൻ ചെയ്താൽ മതിയാകും. മുജീബ് റഹ്മാൻ, മീഡിയ 1 ദോഹ. വേനൽ അവധി, റമദാൻ എന്നിവ കണക്കിലെടുത്ത് ഏത് അടിയന്തര ഘട്ടം നേരിടുന്നതിനും സിവിൽ ഡിഫൻസിന് കീഴിൽ ഒരുക്കങ്ങൾ തുടങ്ങിയതായി ജിദ ഓഫീസ് മേധാവി കേണൽ ത്വലാം ബിൻ ഇബ്രാഹിം പറഞ്ഞു. വേനലവധിക്കായുള്ള ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. കല്യാണ മണ്ഡപങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, മാളുകൾ തുടങ്ങി തിരക്കുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഉടൻ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കും. സ്ഥിരമായി സുരക്ഷാ പരിശോധന നടത്തുന്നതിന് ഉദ്യോഗസ്ഥരെയും ഓഫീസർമാരെയും തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
മക്കയിലെ മസ്ജിദുൽ ഹറമിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കത്തികൊണ്ട് കുത്തിയ ആളെ പിടികൂടിയതായി ഹറം പ്രത്യേക സുരക്ഷാ സേനാ വക്താവ് കേണൽ സാമി അൽ സലമി പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നമസ്കാരത്തിനിടയിൽ ഹറമിന്റെ മേൽത്തട്ടിൽ ചുറ്റിത്തിരിയുന്നത് നിരീക്ഷണ ക്യാമറയിൽ കണ്ടതിനെ തുടർന്നാണ് 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇയാളെ സുരക്ഷാ വിഭാഗം പിന്തുടർന്നത്. അടുത്തെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ സംസാരിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ചെറിയ കത്തികൊണ്ട് അയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ മാനസിക രോഗിയാണെന്ന് സംശയിക്കുന്നു. രാജ്യത്ത് മെയ് 1 പൊതു അവധിയായി പ്രഖ്യാപിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് കുവൈത്ത് പെട്രോളിയം കമ്പനി തൊഴിലാളി യൂണിയൻ മേധാവി അമാർ അൽ അജ്മി ആവശ്യപ്പെട്ടു. ലോക തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത്. ഒട്ടുമിക്ക രാജ്യങ്ങളും മെയ് 1 പൊതു അവധിയായി നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര തൊഴിൽ നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്ന കുവൈത്തിലും ഈ ദിനത്തിൽ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണം. രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളി സമൂഹത്തെ വേണ്ടവിധം പരിഗണിക്കണമെന്നും അമാർ അൽ അജ്മി ആവശ്യപ്പെട്ടു. മദീനയിലെ മസ്ജിദുൻ നബിയിൽ റമദാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിശ്വാസികൾക്ക് മികച്ച സൗകര്യം ഒരുക്കുന്നത്. നമസ്കാരത്തിനുള്ള 100 മുസല്ലകൾ കഴിഞ്ഞ ദിവസം മാറ്റിവിരിച്ചു. ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പഴയ നമസ്കാര വിരിപ്പുകൾ മാറ്റിയതെന്ന് വകുപ്പ് മേധാവി ബന്ദർ അൽ ഹുസൈനി പറഞ്ഞു. MGM ഷാർജ ഘടകത്തിന്റെ ഭാഗമായ ബാലകൗതുകം കൂട്ടായ്മ കുട്ടികളുടെ സർഗസംഗമം ഒരുക്കി. 100 കണക്കിന് കുരുന്നു പ്രതിഭകളാണ് മത്സര പരിപാടികളിലും മറ്റും മാറ്റുരച്ചത്. വരൂ ഭൂമിക്കുഞ്ചിലത് പറയാനുണ്ട് എന്ന ശീർഷകത്തിലായിരുന്നു നറുനിലാവ് സർഗസംഗമം ഷാർജയിൽ അരങ്ങേറിയത്. VP ഷംനാസ് രചനയും സംവിധാനവും നിർവഹിച്ച ഭൂമി പറഞ്ഞ കഥ എന്ന കുട്ടികളുടെ നാടകം ഉൾപ്പെടെ നിരവധി ഇനങ്ങൾ പരിപാടിയുടെ ഭാഗമായി നടന്നു. കാവ്യശില്പം, ഗാനോത്സവം, ചിത്രീകരണം, ഗെയിം ഷോ എന്നിവയും അരങ്ങേറി. അബ്ദുല്ല തിരൂർക്കാട് മുഖ്യാതിഥിയായിരുന്നു. ഈസാ മറിയം കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബ്ദുൾ റഷീദ് ഉപഹാര സമർപ്പണം നടത്തി. ഫാത്തിമ ജലീൽ സമ്മാനദാനം നിർവഹിച്ചു. ഷാർജ യൂണിറ്റ് ഇസ്രായി സെന്റർ ഭാരവാഹികൾ മേൽനോട്ടം വഹിച്ചു. മീഡിയ 1 ഷാർജ. വടകരക്കാരുടെ ഖത്തറിലെ കൂട്ടായ്മയായ വടകര ഇസ്ലാമിക് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹമദ് മെഡിക്കൽ കോർപ്പറേഷനുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ വിവാ അംഗങ്ങൾക്ക് പുറമെ വിവിധ രാജ്യക്കാരായ നിരവധി പ്രവാസികളും രക്തദാനത്തിനെത്തി. വിവാ പ്രസിഡന്റ് ഹാരിസ് KP, ജനറൽ സെക്രട്ടറി അഫ്സൽ KP, റഫീഖ് വാഴയിൽ, ഷുക്കൂർ മണപ്പുറത്ത്, ഷാനവാസ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രാമന്തളി മുസ്ലിം യൂത്ത് സെന്ററിന്റെ 20ാം വാർഷികാഘോഷം അബുദാബിയിൽ നടന്നു. ഹമദ് സലീം അബ്ദുള്ള അൽ ജാബരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. നസീർ രാമന്തളി, ഉസ്മാൻ കരപ്പാത്ത്, അബ്ദുള്ള ഫാറൂഖി, VK ഷാഫി, SV മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സീനിയർ അംഗങ്ങളെ ആദരിച്ചു. വിവിധ മത്സര പരിപാടികളും അരങ്ങേറി. ഇടവേള. വാർത്തകളിലേക്ക്. സൗദിയിലെ പ്രവാസി മലയാളികൾക്കായി ഖുർആൻ സ്റ്റഡി സെന്റർ കേരള സംഘടിപ്പിച്ച ഖുർആൻ വിജ്ഞാന മത്സരം സമാപിച്ചു. തനിമ സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. റിയാദ്, ജിദ്ദ, ദമാം കേന്ദ്രങ്ങളിൽ നടന്ന മെഗാ ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് 3 ലക്ഷം രൂപ സമ്മാനമായി നൽകി. ഖുർആൻ പഠനത്തിലെ തങ്ങളുടെ അറിവ് ഓരോരുത്തർക്കും സ്വയം വിലയിരുത്താനുള്ള അവസരം നൽകുന്ന രീതിയിലായിരുന്നു 5 ഘട്ടങ്ങളിലായി ഖുർആൻ വിജ്ഞാന മത്സരം സംഘടിപ്പിച്ചത്. ഓൺലൈനായി നടന്ന ആദ്യ 3 ഘട്ടങ്ങളിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. ഇതിൽ നിന്നും വിജയികളായവരാണ് 3 കേന്ദ്രങ്ങളായി നടന്ന ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത്. മക്ക, മദീന, യാംബു, അസീർ പ്രവിശ്യകളിൽ നിന്നുള്ള 120 പേരാണ് ജിദ്ദയിലെ 4ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയത്. ഇതിൽ നിന്നും വിജയികളായ 10 പേർ മെഗാ ഫൈനലിൽ മത്സരിച്ചു. അബ്ദുൽ ഷുക്കൂർ അലി മത്സരം നിയന്ത്രിച്ചു. 4 ഘട്ടങ്ങളായി നടന്ന ഫൈനലിൽ സാബിറ പള്ളിബാത്ത് 1ാം സ്ഥാനവും നാസർ MB 2ാം സ്ഥാനവും ഫാത്തിമ തൻസിഹ 3ാം സ്ഥാനവും നേടി. 50,000, 30,000, 20,000 രൂപ വീതമാണ് ആദ്യ 3 സ്ഥാനക്കാർക്ക് സമ്മാനമായി നൽകിയത്. തനിമ കേന്ദ്ര പ്രസിഡന്റ് CK മുഹമ്മദ് നജീബ്, ജിദ്ദ സൗത്ത് സോൺ പ്രസിഡന്റ് സഫറുള്ള മുല്ലോളി, നോർത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അലി എന്നിവർ സമ്മാനങ്ങൾ കൈമാറി. അബ്ദുറഹ്മാൻ തുറക്കൽ, അബ്ദുൽ കരീം പുള്ളിശ്ശേരി, ഉമറുൽ ഫാറൂഖ്, VV ഹനീഫ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. മീഡിയ 1 ജിദ്ദ. തണൽ ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന കിഡ്നി കെയർ എക്സിബിഷന് ഇന്ത്യൻ സ്കൂൾ ഈസ ടൗൺ ക്യാമ്പസിൽ തുടക്കമായി. സ്വദേശി പ്രമുഖരടക്കം നിരവധി വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി തണൽ ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന കിഡ്നി കെയർ എക്സിബിഷൻ്റെയും വൃക്കരോഗ നിർണയ ക്യാമ്പിൻ്റെയും ഉദ്ഘാടനം സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് നിർവഹിച്ചത്. ചടങ്ങിൽ ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ആയിഷ മുബാറക് ബുഅങ്ക് മുഖ്യാതിഥിയായിരുന്നു.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എം ശ്രീലത, മിസ് ആശുപത്രി നെഫ്രോളജി വിദഗ്ധൻ ഡോക്ടർ ഫിറോസ് അസീസ്, തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി തുടങ്ങിയ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യൻ സ്കൂളിൽ ഒരുക്കിയ പ്രദർശന നഗരി കാണാനും വൃക്കരോഗ നിർണയം നടത്താനും 3000-ലധികം പേരാണ് ഇന്ന് എത്തിച്ചേർന്നത്. 10 പവലിയനുകളിലായി എക്സിബിഷനും ബോധവൽക്കരണ ക്ലാസുകളും കിഡ്നി രോഗം നിർണ്ണയിക്കാനുള്ള പരിശോധനകളുമാണ് നടക്കുന്നത്. സർക്കാർ മന്ത്രാലയങ്ങളും രാജ്യത്തെ പ്രമുഖ ആതുരാലയങ്ങളും പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട്. കാലത്ത് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന ക്യാമ്പ് നാളെയാണ് അവസാനിക്കുക. നേരത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാകാത്തവർക്ക് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ അറിയിച്ചു. ക്യാമറ പേഴ്സൺ സുഫേൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. മിഡിസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡീഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം. ഗുഡ് നൈറ്റ്.